സന്തതികൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. ആദമിന്റെ മക്കൾ മുഴുവനും പാപം ചെയ്യുന്നവരാണ്. എത്ര വലിയ മഹാനാണെന്ന് പറയുന്നവനും ജീവിതത്തിൽ തെറ്റ് ചെയ്തവനാണ്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, നിന്റെ പാപങ്ങളെ കഴുകണ്ട്. പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരെന്നറിയുമോ? ആ പാപങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയുന്നവരാ. സാധേ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. ഈ പാപം എവിടെ കൊണ്ട് കഴുകാനാണ്? ഈ പാപം എവിടെ കൊണ്ട് കഴുകാനാണ്? പടച്ചവരെ, മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് മുത്തണമെന്ന് കൊതിയുള്ളവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹജറുൽ അസ്വദ് ചെന്നിട്ട് ചുംബിച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുമെന്നാ. പക്ഷേ ഇപ്പം പോകാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. പൈസ ഇല്ലാത്തവരുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, പാപം പൊറുക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. പൈസ ചെലവില്ലല്ലോ, കഷ്ടപ്പാടില്ലല്ലോ, പ്രയാസമില്ലല്ലോ, ഉറക്കപൊടിയുണ്ടല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിലേക്ക് സുജൂദിലേക്ക് വീഴുമ്പോൾ, അതാ നിന്റെ ശരീരം കൊണ്ട്, നിന്റെ കൈ കൊണ്ട്, നിന്റെ കാലുകൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ ചെവി കൊണ്ട്, നിന്റെ നാവ് കൊണ്ട്, നിന്റെ സർവ്വ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ, ആ പാപങ്ങൾ നിന്റെ പിരടിയുടെ മുകളിലേക്ക് വരികയാ. നിന്റെ പിരടിയുടെ മുകളിലേക്ക് വരികയാ. നിന്റെ ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങൾ മുഴുവനും നിന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനതാ ഉണക്കമരം ഇങ്ങനെ ഉലുക്കുകയാണ്. ഇല ഉണങ്ങി നിൽക്കുന്ന ഒരു മരം കുലുക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, ഈ മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പാപം അവന്റെ തലയുടെ മുകളിൽ നിന്ന് പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞല്ലോ, അതാ സുജൂദിൽ കിടക്കുന്ന സമയം നിന്റെ തലയുടെ മുകളിൽ വന്ന് നിൽക്കുന്ന പാപങ്ങൾ മുഴുവനും പൊടിഞ്ഞു വീഴുകയാ. പാപം പൊറുക്കാനുള്ള വഴിയാണ് പെങ്ങള്, പാപം പൊറുക്കാനുള്ള വഴിയാ. പക്ഷേ നിങ്ങളിൽ പലരും സുജൂദ് ചെയ്യാറില്ലല്ലോ. ഒരു ചെറിയ ഒരു നടുവേദനയുടെ പേര് പറഞ്ഞിട്ട്, എന്തെങ്കിലും ഒരു ചെറിയ രോഗത്തിന്റെ പേര് പറഞ്ഞിട്ട് കസേരയിൽ നിന്ന് നിസ്കരിക്കുന്ന ഉപ്പമാരെ,